നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. അവിലും മലരും കുന്തിരക്കവും വാങ്ങിവെച്ചു വരുന്നുണ്ട് നിങ്ങളുടെ കാലന്മാർ. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനത്തിൽ ഒരു 5 വയസ്സുകാരനെ തലയിലേറ്റിക്കൊണ്ട് ആ 5 വയസ്സുകാരൻ പറഞ്ഞ അല്ലെങ്കിൽ വിളിപ്പിച്ച മുദ്രാവാക്യമാണ് കേരളം കേട്ട് ഞെട്ടിയത്. ആ മുദ്രാവാക്യം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ അത്രത്തോളം ഭീതിയോടെ നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. ഈ അവിലും മലരും കുന്തിരിക്കവും ഒക്കെ ആരാണ് മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നത്? അത്തരത്തിലുള്ള ആളുകൾക്ക് താക്കീതാണ് ഈ മുദ്രാവാക്യം എന്ന് അന്ന് തന്നെ വ്യാഖ്യാനിച്ചിരുന്നു. അത് തന്നെയായിരുന്നു അതിലെ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥവും. ഇപ്പോഴിതാ 950 പേരെ കൊല്ലാനായിട്ടുള്ള ഹിറ്റ് ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരുന്നു എന്നാണ് NIA പറയുന്നത്. NIA കോടതി, അതായത് ശ്രീനിവാസൻ, പാലക്കാട്ടെ BJP നേതാവായിരുന്ന ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കെതിരെയുള്ള, അതായത് ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് NIA ഇപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. അതായത് 950 പേർ, കേരളത്തിലെ പ്രമുഖരായ 950 പേരെ കൊല്ലാനായി ഒരു ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് NIA പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ അവിലും മലരും കുന്തിരിക്കവും മുദ്രാവാക്യം വെറുതെ അല്ല. ഇവർ അണിയറയിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തോ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി കുറച്ചു പേരുടെയെങ്കിലും ജീവൻ തിരിച്ചു കെട്ടി എന്നതിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പാലക്കാടുള്ള സിറാജ് എന്ന ആളുടെ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ വീട് പരിശോധിച്ചപ്പോഴാണ് 240 പേരുടെ പട്ടിക, ഓരോ കൊല്ലേണ്ട ആളുകളുടെ പട്ടിക അവിടെ തയ്യാറാക്കി വെച്ചത് NIAക്ക് കിട്ടുന്നത്. മറ്റൊന്ന്, ആലുവയിലെ പെരിയാർ വാലിയിലെ ഇവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ 5 പേരെ, അതായത് എടുത്തു പറയേണ്ട ഹിറ്റ് ലിസ്റ്റ്, അതായത് 5 പേരെ കൃത്യമായും കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് എന്ന തരത്തിൽ 5 പേരുടെ ലിസ്റ്റ് NIAക്ക് കിട്ടി. ആ ലിസ്റ്റിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് മുൻ ജില്ലാ ജഡ്ജിന്റെ പേര് വരെ ആ ലിസ്റ്റിലുണ്ട്. അതായത് ജില്ലാ ജഡ്ജ് ചിലപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വല്ല വിധിയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസ്താവിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ ഉത്തരവിട്ട ആളായിരിക്കാനുള്ള സാധ്യത. എന്തായാലും NIA ഈ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. മാത്രമല്ല, മുമ്പ് BJP നേതാക്കൾ, അതേപോലെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘപരിവാർ സംഘടനാ നേതാക്കൾക്കെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണി ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ 5 പേരെ കൃത്യമായും കൊല്ലാനുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ എന്ന തരത്തിലാണ് അവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ 5 പേരിലാണ് ഇപ്പോൾ ജില്ലാ ജഡ്ജി പെട്ടിരിക്കുന്നത്. പിന്നീട് ആലുവയിലെ ഇവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ കൂടുതൽ ആളുകളുടെ ലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഒക്കെ കിട്ടി. ഇങ്ങനെയാണ് 950 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് ജാമ്യം നൽകിയാൽ അത് വളരെയേറെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് കോടതിയിൽ NIA പറയുന്നത്. എന്തായാലും അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ എന്ന് 5 വയസ്സുകാരനെ കൊണ്ട് വിളിപ്പിച്ച ആളുകളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്.